നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിക്ക് നേരെ വീണ്ടും ഭീകരാക്രമണം. യമനിലെ സായുധ വിമത സംഘമായ ഹൂതികൾ ഞായറാഴ്ച രാത്രി വീണ്ടും ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് അൽ അറബിയ റിപ്പോർട്ട് ചെയ്യുന്നു. ജിദ്ദയ്ക്ക് നേരെ തൊടുത്തുവിട്ട 2 മിസൈലുകൾ അറബ് സഖ്യസേന നിർവീര്യമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജിദ്ദ ഷറഫിയയിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി പ്രദേശവാസികളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇക്കാര്യത്തിൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നിരന്തരമായി സൗദിയെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ നടത്തുന്ന ഹൂതികളുടെ ആക്രമണ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഇനിയും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസവും സൗദി അറേബ്യയിൽ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തുകയുണ്ടായി. സൗദി അറേബ്യയിലെ ജിസാനിൽ ആരാംകോ എണ്ണ കമ്പനിയുടെ ശാഖയിൽ ഉൾപ്പെടെ 4 കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത്. 4 ഡ്രോണുകളാണ് ജിസാനിലേക്ക് പതിച്ചത്. ജിസാനിൽ അരാംകോ കമ്പനി, ദിർഫാൻ അൽ ജനൂബ് പവർ സ്റ്റേഷൻ, അൽ ഷഫീഖിലെ ഡിസലിനേഷൻ പ്ലാന്റ് എന്നിവിടങ്ങളിലേക്കാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഖാമിസ് മുഷൈത്തിലെ ഗ്യാസ് സ്റ്റേഷനിലേക്കായിരുന്നു 4ാമത്തെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഡ്രോൺ ആക്രമണത്തിന് പുറമെ ജിസാനിൽ മിസൈൽ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഹൂതികളുടെ ഡ്രോൺ ആക്രമണത്തെ പരാജയപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസവും സൗദി സഖ്യസേന അവകാശപ്പെട്ടിരുന്നു. ഡ്രോൺ ആക്രമണത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്ത. മാർച്ച് 10-നും ഹൂതി വിമതസേന റിയാദിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. നേരത്തെ പ്രശ്നപരിഹാരത്തിനായി GCC വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിലായിരുന്നു ഹൂതി വിമതർ. ഈ മാസം 29-ന് റിയാദിൽ വെച്ച് ചർച്ച നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ ഹൂതികൾ പിന്മാറിയതോടെ ചർച്ച ഇനി നടക്കുമോ എന്ന കാര്യത്തിൽ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ചർച്ച നടക്കാനും നടക്കാതിരിക്കാനും സാധ്യത ഏറെയാണ്. ഹൂതികൾ സൗദിക്ക് പുറമെ UAEയിലും മിസൈൽ ആക്രമണം നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ വരെ എത്തിയിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ സഹായം ഉൾപ്പെടെ ലഭിച്ചിരുന്നു. വർഷാരംഭത്തിൽ തന്നെ UAEയിൽ തുടർച്ചയായി നിരവധി ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സൗദി അറേബ്യയെ ലക്ഷ്യം വെച്ച ഹൂതികൾ UAEയിലും ആക്രമണം നടത്തിയത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. സൗദി തലസ്ഥാനമായ റിയാദിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഈ മാസം ആക്രമണം നടന്നിരുന്നു. ആക്രമണത്തിൽ റിഫൈനറിയിൽ തീപിടുത്തം ഉണ്ടായതായി സൗദി പ്രസ് ഏജൻസി അറിയിച്ചിരുന്നു. എന്നാൽ അതിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നുള്ള എണ്ണ വിതരണത്തിനോ മറ്റ് പ്രവർത്തനങ്ങൾക്കോ ആക്രമണം കാരണം തടസ്സം നേരിട്ടിട്ടില്ലെന്ന് സൗദി ഊർജ മന്ത്രാലയം അറിയിച്ചിരുന്നു. ആക്രമണത്തെ സൗദി ഭരണകൂടം അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയ സാഹചര്യം വരെയുണ്ടായി. എണ്ണ റിഫൈനറിക്കെതിരെ ഉണ്ടായ ആക്രമണം സൗദിക്ക് മാത്രം എതിരെയുള്ള ആക്രമണമല്ലെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയത്. അത് ആഗോളതലത്തിൽ എണ്ണ വിതരണം തടസ്സപ്പെടുത്താനുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നടപടിയെന്നാണ് പറഞ്ഞത്. ഇത്തരം നടപടികൾക്കെതിരെ ലോകരാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര സമൂഹവും രംഗത്ത് വരണമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂടെ അറിയിച്ചിരുന്നു. അതേസമയം സൗദിയിലെ വിവിധ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം തുടർക്കഥയാണെങ്കിലും അടുത്ത കാലത്തായി എണ്ണ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായിരുന്നില്ല. ഇതിനു മുൻപ് 2020-ലാണ് രാജ്യത്തെ എണ്ണ കേന്ദ്രങ്ങൾക്കെതിരെ ഹൂതികളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായത്. ഇതിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.